ഹലോ! അപ്പോൾ നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ മൂകാംബികയിൽ ലച്ചുവിൻ്റെ ഒരു പ്രോഗ്രാമിന് പോയി വന്നതിന് ശേഷം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു വ്ളോഗൊന്നും കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ ഇതാ വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ഏട്ടനും അതുപോലെ തന്നെ ലച്ചു, ഇബയും അച്ഛനും അമ്മയും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടായിരുന്നു കേട്ടോ മൂകാംബികയിൽ പോയിട്ടുണ്ടായിരുന്നത്. രാവിലെ നേരം പരപരാ വെളുക്കുന്നത് ഞങ്ങൾ ഇറങ്ങിയില്ല. അച്ഛനും അമ്മയും വരാൻ തന്നെ 5 മണി 6 മണിയൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒന്നൊക്കെ സെറ്റായി ഞങ്ങൾ ഒരു 9 മണി ഒക്കെയാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. കുറച്ച് ആ ഒരു ടൈമിൽ ഇറങ്ങാൻ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. കാരണം മുമ്പായിട്ട് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വന്നൊന്ന് ഉറങ്ങിയൊക്കെ എണീറ്റിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് സ്ഥലം എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ നല്ല വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ പോണ വഴിയിൽ. അപ്പോൾ എന്തായാലും ഞങ്ങൾ എന്താ പറയുക നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അങ്ങോട്ട് പോവുകയാണ്. ഇതുപോലത്തെ കാറ്റാടികൾ ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ മുന്നെയാണ് മൂകാംബിക പോയിട്ടുണ്ട് കേട്ടോ. ലച്ചുവിന് നമ്മൾ അവിടെയാണ് 8ന് ഇരുത്തിയിരുന്നത്. പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. ഇത് സെക്കൻഡ് ടൈമാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിപ്പോൾ നമ്മൾ നിർത്തുന്നത് ലഞ്ച് കഴിക്കാനാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു. അത് എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതാ നമ്മൾ ലഞ്ച് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ലഞ്ചൊക്കെ ഫുൾ ടയർഡ് ഇരുന്നിട്ട് ഇതായിപ്പോയിരുന്നു. കാരണം ആൾമോസ്റ്റ് ഒരു 12 മണിക്കൂറുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇതാ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്നത് വീണ്ടും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കയറി കഴിഞ്ഞ് പക്ഷെ അവിടുത്തെ ഫുഡൊന്നും വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഇതിൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഇതാ ഇവയൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ യാത്ര തുടരുകയാണ്. നല്ല മഴയും പെയ്തു കേട്ടോ. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് പിന്നെ കട്ട് ചെയ്തിട്ട് ഉള്ളിലൂടെയുള്ള റോഡിൽ കൂടെ കേട്ടോ പോകുന്നത്. അപ്പോൾ അതാ ഇവ കുറേ നേരം ഉറങ്ങി പിന്നെ ഫീഡ് ചെയ്യും ഇതാ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ എത്താൻ എനിക്ക് തോന്നുന്നു നൈറ്റ് ആകും. ഒരു 7 മണി 8 മണിയൊക്കെ ആവാനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ണിയപ്പമൊക്കെ കൊണ്ടുവന്നിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ചക്ക ചിപ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങനെ ചില്ല് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലച്ചു വന്നിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അവൾക്ക് അവിടുത്തെ ഫുഡൊന്നും പറ്റിയില്ല. കാരണം നമ്മൾ ആ ഒരു ഏരിയയിലൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിച്ച പോലൊന്നും ഫുഡ് കിട്ടിയിരുന്നില്ല. പ്രത്യേകിച്ച് നമുക്കേ പറ്റിയില്ല. പിന്നെ അവൾക്ക് തീരെയും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ അങ്ങനെ ഫുഡ് കഴിച്ചിരുന്നില്ല. എന്തായാലും വിമലേട്ടൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ലോങ് ഡ്രൈവ് തന്നെയായിരുന്നു കേട്ടോ. കുറേ നമ്മൾ നാട്ടിലേക്ക് ലോങ് ഡ്രൈവ് പോകും. ഇത് പക്ഷേ വേറെ റോഡല്ല. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ മടിയിൽ കുറേ നേരം കളിച്ച് ഇതൊക്കെ ആയപ്പോൾ ഇവ നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കാറിൽ പോയിരിക്കുന്ന ഇതെന്താ പെട്ടെന്ന് മാളിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഞാൻ പറഞ്ഞില്ലേ ലച്ചു ഫുഡ് കഴിച്ചില്ല തന്നെ. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മാൾ കണ്ടപ്പോൾ വിമലേട്ടൻ ലച്ചും കൂടി ഒന്ന് അവിടെ പോയതായിരുന്നു കേട്ടോ. ഞങ്ങൾ കാറിൽ തന്നെ ഇരുന്നു. അപ്പോൾ അങ്ങനെ അവർ പോയിട്ട് പിസയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അവൾ രാവിലെയും ഉച്ചയ്ക്കൊന്നും ഫുഡ് കഴിച്ചിരുന്നില്ല. അപ്പോൾ അവൾ പിന്നെ ഹാപ്പി ആയിരുന്നു. പിസയൊക്കെ കഴിച്ച് അവിടെ അപ്പോൾ സെറ്റായി. പിന്നെ നമ്മൾ എഗെയിൻ നമ്മുടെ ട്രാവൽ തുടരുകയായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ചില സ്ഥലത്ത് എത്തുമ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ മെയിൻ റോഡിൽ നമ്മൾ കുറച്ച് ഉള്ളിലേക്കാണ് പിന്നെ എടുത്തിട്ട് പോവുക. അവിടെ പിന്നെ കുറേ ദൂരം ഫോറസ്റ്റ് ഏരിയ ഉണ്ടായിരുന്നു. പക്ക എന്താ പറയുക വില്ലേജ് ഏരിയ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ പോയിട്ടില്ല. ഞങ്ങൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ ഒരു ട്രാവൽ എന്ന് പറയുന്നത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു എന്താ പറയുക നമുക്കിങ്ങനെ ഹാർട്ട് ബീറ്റ് വരുന്നുണ്ടോ. അത്രയും ഞങ്ങൾ പേടിച്ച് ലൈഫിൽ ഫസ്റ്റ് ടൈം നമ്മളൊരു അഡ്വഞ്ചറായിട്ടൊരു യാത്രയായിരുന്നു ഇതായിരുന്നു കേട്ടോ. ഇപ്പോഴല്ല കുറച്ച് വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ശരിക്കും നമ്മൾ കേട്ടിട്ടില്ലേ ഈ മാപ്പ് നോക്കിയിട്ട് പോയിട്ടൊക്കെ ആക്സിഡൻ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് ഈ ഒരു ട്രാവലാണ് മനസ്സിലായത്. കാരണം നമ്മളിപ്പോൾ ഇവിടെ പോകുമ്പോൾ ഇതാണ്ടോ നമ്മളിപ്പോൾ ഭയങ്കര ഇരുട്ട്, എവിടെയും ലൈറ്റില്ല. നമ്മുടെ കാറിൻ്റെ ലൈറ്റ് ഇല്ലാണ്ട് ഒരു ലൈറ്റില്ല. ഫുൾ മഴ എന്ന് വെച്ചാൽ ഹെവി മഴയും. നമുക്ക് അതായത് ഫ്രണ്ടിൽ റോഡ് ഉണ്ടോയെന്ന് പോലും കോടയും മഞ്ഞൊക്കെ കാരണം നമുക്ക് അറിയുന്നില്ല. അപ്പോൾ നമുക്ക് മാപ്പ് എങ്ങോട്ടാണ് പോകുന്ന ആ ഒരു ഇതിലൊക്കെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ശരിക്കും പേടിച്ചിരുന്നു കേട്ടോ. കാരണം എപ്പോഴെങ്കിലുമൊക്കെ ഒരു ബൈക്കോ എന്തെങ്കിലും ഒരു വണ്ടിയൊക്കെ വന്നാലും വന്നു അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങോട്ട് പോകുന്നതിന് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും വണ്ടിയുടെ ഇങ്ങോട്ടാണ് 1 2 ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി വല്ല മരമൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചെറിയ മരമൊക്കെ വീണെടുക്കുന്നുണ്ടായിരുന്നു റോഡിൻ്റെ സൈഡിലൊക്കെ. എങ്ങാനും നമ്മുടെ ഫ്രണ്ടിലേക്കൊക്കെ വീണാലും അവിടെ റേഞ്ചില്ല ഒന്നുമില്ല. ശരിക്കും ആ ഒരു കുറച്ച് സമയം ഞങ്ങൾ എല്ലാവരും എന്താ പറയുക ഒരു വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കേട്ടോ. ശരിക്കും പേടിച്ചു, അതാണ് സത്യം. എന്തായാലും കുറച്ച് ട്രാവൽ ചെയ്തിട്ട് നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ രാത്രി.
അപ്പോൾ ഗൈസ്, അപ്പം നിങ്ങളിപ്പോൾ കാണുന്നത് നെക്സ്റ്റ് ഡേ ആണ്. രാവിലെ എണീച്ച് കുളിച്ച് റെഡി ആയിട്ട് ഞങ്ങളുടെ അമ്പലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ റൂം എത്തിയിട്ട് പിന്നെ ഞാൻ വേറെ ഒന്നും ഷൂട്ട് ചെയ്തില്ല. റൂം എത്തി നമ്മളങ്ങനെ കിടന്ന് ഉറങ്ങി കേട്ടോ. ഇത് നമ്മൾ അവരുടെ ദേവസ്വത്തിലുള്ള അവരുടെ റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുളിച്ചൊക്കെ എല്ലാം റെഡി ആയിട്ടൊക്കെ ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു. അപ്പോൾ ഇവിടെ കാർ എടുക്കാൻ പോയിട്ടുണ്ട്. എൻ്റെ അമ്മയും അച്ഛനും വീണ്ടും എല്ലാവരും ഞങ്ങളൊക്കെ സെറ്റായി റെഡി നിൽക്കുകയാണ്. നമുക്കൊരു തൊഴുതണം. അപ്പോൾ നമ്മൾ അങ്ങനെ മൂകാംബിക അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒന്ന് പോയിട്ട് തൊഴുതാം. അപ്പോൾ നമ്മൾ പൂജ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടായിരുന്നു കേട്ടോ നമ്മളുള്ളിൽ പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ലച്ചുവിൻ്റെ ഡാൻസൊക്കെ കാരണം നമ്മൾ അന്ന് ഗുരുവായൂർ പോയിട്ട് 2-3 ദിവസമൊക്കെ ഇരുന്ന് കുറേ തവണ നമ്മൾ അമ്പലത്തിലൊക്കെ പോയായിരുന്നു. ഇപ്പം അതുപോലെ തന്നെ ഇവിടെ മൂകാംബികയിലാണെങ്കിൽ നമ്മൾ 2-3 തവണയൊക്കെ നമ്മൾ തൊഴുതി കേട്ടോ. നമ്മളെപ്പോഴും ഒരു തവണയൊക്കെ ഇല്ല അങ്ങനെ വരുമ്പോൾ തൊഴുതാറുള്ളൂ. അപ്പം എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ നമ്മുടെ പൂജ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറും കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് പോകുമ്പോൾ ശിവേലി എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു അരമണിക്കൂർ അങ്ങനെ എന്തോ ഞങ്ങൾ നിന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അല്ലാതെയുള്ള വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല. മഴയുണ്ടായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. ഇങ്ങനെ ചാറിയിട്ട് ആ ഒരു മഴ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കണ്ടോ ഈ ഒരു ചെറിയൊരു ലൈനാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നതൊക്കെ ആകുമ്പോഴേക്ക് ആ ഒരു സമയം അരമണിക്കൂറൊക്കെ വേഗം പോയിരുന്നു. അപ്പോൾ ലച്ചിനൊക്കെ ഉറക്കമൊക്കെ വരുന്നുണ്ട്. കാരണം നമ്മൾ 8 മണിയായിരുന്നു കേട്ടോ. നമ്മൾ ഈവനിങ് എത്താനായിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അവിടെ അമ്പലത്തിൻ്റെ അവിടെ തന്നെ ആയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉള്ളിൽ പോയിട്ട് തൊഴുതിട്ട് വരാം. ഇപ്പോൾ കുറച്ചിങ്ങനെ തിരക്കായി വരുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ വീട്ടിനവിടെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അതായത് നമ്മൾ വയറ് നിൽക്കുന്ന അവിടെയായിരുന്നു തിരക്കുണ്ടായിരുന്നത്. കാരണം ആ ഒരു പൂജ സമയമായതുകൊണ്ട് കുറച്ച് തിരക്കായതാണ് കേട്ടോ. നമ്മുടെ പ്രോഗ്രാം വന്നിട്ട് ഈവനിങ് ആയിരുന്നു കേട്ടോ. ഒരു 4:30 അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്ന് തൊഴുതിയിട്ട് പോയാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പോകാനും ഒക്കെ നമുക്ക് ടൈം കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും വന്ന് തൊഴുതിയിരുന്നു കേട്ടോ. പക്ഷേ എല്ലാവരും ഓരോരോ സമയത്തായിരുന്നു വന്നിരുന്നത്. അപ്പോൾ നമ്മൾ തൊഴുതിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡ് നിങ്ങൾ കാണുന്നില്ല, ഇവിടെയാണ് കേട്ടോ നമ്മൾ എഴുത്തിനിരുത്തുക. ഇവിടെ ഇപ്പോൾ ശിവേലി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ശിവേലിൻ്റെ കൂടെയൊക്കെ നമ്മൾ വലം വെച്ചിരുന്നു. ഇവിടെയാണ് കേട്ടോ നമ്മൾ എഴുത്തിനിരുത്തുക. കുറേ പേര് എഴുത്തിനിരുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യക്ഷരം കുറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ കുട്ടികൾ. ഈ ഒരു തേര് എനിക്ക് തോന്നുന്നു മൂകാംബികയിൽ വന്നവരുടെ കുറേ ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഈ തേരിൻ്റെ അവിടെ വെച്ചിട്ട് എല്ലാവരും ഫോട്ടോസ് എടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ തൊഴുതി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ സ്റ്റേജിൻ്റെ അങ്ങോട്ട് നമുക്ക് പോകണം. അപ്പോൾ അവിടെ കുറച്ച് നേരം പ്രാക്ടീസ് ഉണ്ട്. പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പോകും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ അധികം തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഈ സൈഡ് ആയതുകൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. നമ്മളവിടെ ചെയറൊക്കെ ഇട്ടിട്ട് കുറച്ച് നേരം ഇരുന്നു. അച്ഛനെ വേണ്ടിയിട്ട് കളിയൊക്കെ ആയിരുന്നു കേട്ടോ.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് മഴയൊന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. മിക്ക സമയത്തും മഴയുണ്ടായിരുന്നു ഈ ഒരു സമയത്ത്. അപ്പോൾ ഇതാ ഞങ്ങൾ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുമ്പോഴേക്ക് ബാക്കി എല്ലാവരും ഒക്കെ വന്ന് ജോയിൻ ചെയ്ത് അവർ കുറച്ച് നേരം പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം കേട്ടോ. മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പ്രോഗ്രാമും, അത് കഴിഞ്ഞിട്ട് നമ്മൾ മുരുഡേശ്വരൻ ടെമ്പിളിൽ പോകുന്നത്, നമ്മൾ തിരിച്ചു വരലും എല്ലാതായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണും. ഓക്കെ, ബൈ.